Hello friends, welcome to Codeeureka. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സസ് മോഡിഫയേഴ്സ് എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സിമ്പിൾ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഞാൻ അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഫയൽ ന്യൂ ജാവ പ്രോജക്റ്റ് കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ആക്സസ് ടെസ്റ്റിംഗ്, ആക്സസ് ടെസ്റ്റ് കൊടുക്കാം. ക്രിയേറ്റ്, ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാ ആക്സസ് ടെസ്റ്റ് എന്നുള്ള ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുതിയ പാക്കേജ് കൊടുക്കാം. ന്യൂ പാക്കേജ്, പേര് കൊടുത്തു com.1 പേര് കൊടുത്തു. ഇനി നമുക്ക് ഒരു പാക്കേജ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. com.2. അപ്പോൾ നമ്മൾ രണ്ട് പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, com.1 com.2. ഇനി com.1ൽ നമുക്കൊരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ രണ്ട് ഫീച്ചേഴ്സ് കൊടുക്കാം. ഇപ്പോൾ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്നത് സ്ട്രിങ് ആണല്ലോ. സ്ട്രിങ് നെയിം മഞ്ജു. നെക്സ്റ്റ് ഇൻറ്റ് റോൾ നമ്പർ 3 കൊടുത്തു. ഞാൻ രണ്ട് വേരിയബിൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന മോഡിഫയേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡീഫോൾട്ട് ഉണ്ട്, പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഉണ്ട്. ഇത്രയാണ് മോഡിഫയേഴ്സ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വേരിയബിൾസിനോ മെത്തേഡ്സിനോ മുമ്പേ യൂസ് ചെയ്യുന്നതാണ് ഈ 4 മോഡിഫയേഴ്സ്. നമ്മൾ പബ്ലിക്കോ പ്രൈവറ്റോ പ്രൊട്ടക്റ്റഡോ ഒന്നും വേരിയബിൾസിന് മുന്നിൽ സ്പെസിഫൈ ചെയ്ത്, വേരിയബിൾസോ മെത്തേഡ്സോ അതിന് മുമ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെടുക്കുന്നത് ഡീഫോൾട്ട് മോഡിഫയർ ആയിട്ടാണ്. അപ്പോൾ ഡീഫോൾട്ട് മോഡിഫയർ എന്താണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നെയിമും റോൾ നമ്പറും നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി ഈ com.1 എന്നുള്ള പാക്കേജിൽ തന്നെ നമുക്കൊരു ക്ലാസ് കൂടി കൊടുക്കാം. സ്റ്റുഡൻറ്റ് ടെസ്റ്റ്. ഇതിനകത്താണ് ഇപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ മെത്തേഡ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സ്റ്റുഡൻസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്നൊക്കെ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സോ ഒബ്ജക്റ്റോ നമ്മൾ എന്തെങ്കിലും ഡൗട്ടുള്ളവർ ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അതിനെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സിസ് ഔട്ട് ചെയ്യാം. സിസ് ഔട്ട് സ്റ്റുഡൻറ്റ് ഡോട്ട് നെയിം കൊടുത്തു. ഇനി സിസ് ഔട്ട് സ്റ്റുഡൻറ്റ് ഡോട്ട് റോൾ നമ്പർ. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡോട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിലെ വേരിയബിൾസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഡീഫോൾട്ടായിട്ട് ഇത് കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതായത് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, ഡീഫോൾട്ടായിട്ടുള്ള വേരിയബിൾസ് ആയതുകൊണ്ടാണ് നമുക്കിവിടെ ഡോട്ട് കൊടുക്കുമ്പോഴേ അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഡോട്ട് കൊടുത്തു, റോൾ നമ്പർ കൊടുത്തു. ബാക്കി താഴെ കിടക്കുന്നതൊക്കെ ഇൻബിൽഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് കേട്ടോ. അപ്പോൾ റോൾ നമ്പർ കൊടുത്തു. ഇനി നമുക്കിത് റൺ ചെയ്യിക്കാം. റൺ ചെയ്തപ്പോൾ മഞ്ജുവും വന്നു, 3യും വന്നു. ഞാൻ കൊടുത്ത സ്റ്റുഡൻറ്റ് ഡോട്ട് നെയിം എന്ന് പറയുന്നത് മഞ്ജു, അതിൻ്റെ റോൾ നമ്പർ 3. അപ്പോൾ ഡീഫോൾട്ട് മോഡിഫയർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് വേരിയബിൾസും
പബ്ലിക്കായിട്ട് കൊടുത്തു. എന്നിട്ട് ഞാനിത് റൺ ചെയ്യാണ്. പബ്ലിക് കൊടുക്കുമ്പോഴും ഞാൻ റൺ ചെയ്തപ്പോൾ നെയിം മഞ്ജു വന്നു, റോൾ നമ്പർ 3 വന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു വേരിയബിളിനെ പബ്ലിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ എവിടെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ക്ലാസ്സിലും ആക്സസ് ചെയ്യാൻ പറ്റും, ആ പാക്കേജിൽ മൊത്തത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ com.to എന്ന് പറഞ്ഞൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തല്ലോ, അതിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പുതിയ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സ്റ്റുഡൻറ്റ് test2 എന്ന് കൊടുക്കാം. ഒരു മെയിൻ മെത്തേഡ് കൊടുത്തു. ഇനി ഇവിടെ പറ്റുമെന്ന് നോക്കാം. സ്റ്റുഡൻസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റുഡൻസ് stu ഈക്വൽസ് ന്യൂ സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് എന്ന് പറയുന്നതിൻ്റെ അവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ എൻ്റെ റെമഡി പറയുന്നുണ്ട് ഇമ്പോർട്ട് സ്റ്റുഡൻസ് എന്ന്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ വേറെ പാക്കേജിലെ ഒരു ക്ലാസ്സിനെയാണ് ആക്സസ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ആ പാക്കേജിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം, എന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇമ്പോർട്ട് com.1.students, ആ പാക്കേജ് com.1 എന്ന് പറയുന്നത് ആ പാക്കേജിൻ്റെ പേരാണ്, സ്റ്റുഡൻസ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ പേരാണ്. അപ്പോൾ com.1ലെ സ്റ്റുഡൻസ് എന്ന് പറയുന്നതിനെ ഞാൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്കിവിടെ കൊടുത്തു നോക്കാം. stu കണ്ടോ നെയിമും റോൾ നമ്പറും വരുന്നത്. അപ്പോൾ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. നെയിം കൊടുത്തു. നമുക്കിതൊരു sysഔട്ടിൽ കൊടുക്കാം. നെക്സ്റ്റ് sysഔട്ട് ചെയ്തിട്ട് സ്റ്റുഡൻറ്റ് റോൾ നമ്പർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിവിടെ റൺ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് വരുമോ? ഔട്ട്പുട്ട് വന്നു, മഞ്ജു 3, നെയിം മഞ്ജു, റോൾ നമ്പർ 3. അപ്പം നമുക്ക് പബ്ലിക്കായിട്ട് മോഡിഫയർ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം എന്നാണ് പറഞ്ഞത്. നമുക്ക് ആ സെയിം പാക്കേജിൽ എവിടെ വേണേലും കിട്ടും. ഇനി വേറെ പാക്കേജിൽ ഒരു ക്ലാസ് വെച്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ക്ലാസ്സിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ഇപ്പം നമ്മൾ ഡീഫോൾട്ട് പറഞ്ഞു, പബ്ലിക് പറഞ്ഞു. നെക്സ്റ്റ് പ്രൈവറ്റ്. പ്രൈവറ്റ് കൊടുത്തപ്പോൾ ഈ 2 ക്ലാസ്സിലും എറർ കാണിക്കുന്നുണ്ടോ? ആ സെയിം പാക്കേജിലും എറർ കാണിക്കുന്നു. അതായത് പ്രൈവറ്റായിട്ട് നമ്മളാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും വേരിയബിളിനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേറെ ക്ലാസ്സിൽ അതിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഈവൻ സെയിം പാക്കേജ് ആയാൽ പോലും, സ്റ്റുഡൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് സെയിം പാക്കേജാണ് എങ്കിൽ പോലും അവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിതാ ഇവിടെ ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയേ. stu ഇപ്പോൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ വരില്ല, നെയിമും റോൾ നമ്പറും വരില്ല. നമുക്കതവിടെ ആക്സസ് ഇല്ലാത്തതുകൊണ്ടാണ് അത് വരാത്തത്. ആക്സസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഡോട്ടെന്ന് അടിച്ചു കൊടുക്കുമ്പോഴേ വേരിയബിൾ അങ്ങ് വന്നേനെ. അപ്പോൾ സെയിം പാക്കേജിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റുഡൻറ്റ് test2 എന്ന് പറയുന്ന ഡിഫറെൻറ്റ് പാക്കേജാണ്. അവിടെ എന്തായാലും ആക്സസ് ചെയ്യാൻ തീർച്ചയായും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഡീഫോൾട്ട് പറഞ്ഞു, പബ്ലിക് പറഞ്ഞു, പ്രൈവറ്റ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രൊട്ടക്റ്റഡ് കൊടുത്ത് നോക്കാം. പ്രൊട്ടക്റ്റഡ് കൊടുത്തിട്ട് ഇവിടെ കോൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പോൾ സ്റ്റുഡൻറ്റ് നെയിം എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോൾ ചെയ്യാൻ പറ്റും നെയിം. ഇനി റോൾ നമ്പർ ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് കൊടുത്തത്, റോൾ നമ്പർ. ഇപ്പോൾ അത് ഞാനിവിടെ റൺ ചെയ്തു. അപ്പോൾ നെയിം മഞ്ജു വന്നു, റോൾ നമ്പർ 3 വന്നു. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ പാക്കേജ് com.2ലെ സ്റ്റുഡൻറ്റ് test2.javaയിൽ നമുക്ക് വിളിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. സ്റ്റുഡൻറ്റ് വരുന്നില്ല, ഇൻബിൽഡ് ഫങ്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ, നെയിമും വരുന്നില്ല, റോൾ നമ്പറും വരുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുത്തതെങ്കിൽ സെയിം പാക്കേജിൽ മാത്രമേ അതിന് ആക്സസ് ഉള്ളൂ, ഡിഫറെൻറ്റ് പാക്കേജസിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 4 നമ്മൾ പഠിച്ചല്ലോ. ഡീഫോൾട്ട് കൊടുത്താൽ ഡീഫോൾട്ടായിട്ട് എവിടെയും നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ അത് ഡീഫോൾട്ടായിട്ടാണ്, അതിനെ എവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. പബ്ലിക് ആണെങ്കിൽ ഏത് പാക്കേജിലാണെങ്കിലും
നമുക്കത് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് ആണെങ്കിൽ ആ സെയിം ക്ലാസ്സിൽ മാത്രമേ പറ്റൂ. ആ ക്ലാസ്സിൽ തന്നെ ആ പാക്കേജിലെ മറ്റൊരു ക്ലാസ്സിൽ പറ്റില്ല പ്രൈവറ്റ് ആണെങ്കിൽ. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ആ സെയിം പാക്കേജിൽ പറ്റും, വേറൊരു പാക്കേജിൽ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കപ്പോൾ ഈ 4 മോഡിഫയേഴ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.